പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവിധ വകുപ്പുകളിൽ ക്ലർക്ക് നിയമനത്തിനുള്ള രണ്ടാം ഘട്ട പരീക്ഷയിൽ നിന്ന് 9 ചോദ്യം PSC റദ്ദാക്കി. ഒരു ഉത്തരം തിരുത്തുകയും ചെയ്തു. കൊല്ലം, കണ്ണൂർ ജില്ലകളിലേക്ക് 2024 ഓഗസ്റ്റ് 17-നാണ് രണ്ടാം ഘട്ട പരീക്ഷ നടത്തിയത്. 2 ജില്ലകളിലുമായി 1,02,936 പേർ പരീക്ഷ എഴുതി. 91 മാർക്കിന് മൂല്യനിർണ്ണയം ആരംഭിച്ചു. തിരുവനന്തപുരം ജില്ലയ്ക്കായി നടത്തിയ ആദ്യഘട്ട പരീക്ഷയിൽ നിന്ന് 5 ചോദ്യമാണ് റദ്ദാക്കിയത്. അതിലും ഒരു ഉത്തരം തിരുത്തി. രണ്ടാം ഘട്ട പരീക്ഷയിലെ റദ്ദാക്കിയ ചോദ്യങ്ങൾ: 1. നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത്? 2. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 3. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 4. ജനിതക എഡിറ്റിംഗ് സാങ്കേതികതയായ CRISPR കേസ് 9 ഏത് മേഖലയിലാണ് വലിയ പ്രതീക്ഷ നൽകുന്നത്? 5. ഇന്ത്യയിലെ സൗരോർജ വികസനത്തിനായുള്ള സ്ഥാപനം അല്ലെങ്കിൽ പദ്ധതി അല്ലാത്തത് ഏത്? 6. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും? 7. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ്. 8. ഫാക്സിമിലി മീൻസ്. 9. ലെപ്റ്റോസ്പൈറോസിസ് ഈസ് റിലേറ്റഡ് വിത്ത്. ഇത്രയും 9 ചോദ്യങ്ങളാണ് LDCയിൽ നിന്നും നീക്കം ചെയ്തത്. ഒരു ഉത്തരം തിരുത്തി. അതേതാന്ന് നോക്കാം. ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത്? ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതി രാജ്യസഭാ അധ്യക്ഷനാണ്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് എന്ന ചോദ്യത്തിന് പ്രസ്താവനകളെല്ലാം ശരിയാണ് എന്ന C ഓപ്ഷനാണ് ശരിയുത്തരമായി അന്തിമ സൂചികയിൽ നൽകിയത്. ആദ്യ 2 പ്രസ്താവനകൾ മാത്രമാണ് ശരിയെന്ന D ഓപ്ഷനാണ് പ്രാഥമിക ഉത്തരസൂചികയിൽ ഉണ്ടായിരുന്നത്. ഖാദി ബോർഡ് ക്ലർക്ക് 8 ചോദ്യം റദ്ദാക്കി. ഖാദി ബോർഡിൽ LD ക്ലർക്ക്, അക്കൗണ്ടന്റ്, കാഷ്യർ നിയമനത്തിനുള്ള മുഖ്യ പരീക്ഷയിൽ നിന്ന് 8 ചോദ്യം PSC റദ്ദാക്കി. ഒരു ഉത്തരം തിരുത്തുകയും ചെയ്തു. കഴിഞ്ഞ ജൂലൈ 30-നായിരുന്നു പരീക്ഷ. 92 മാർക്കിന് മൂല്യനിർണ്ണയം ആരംഭിച്ചു. റദ്ദാക്കിയ ചോദ്യങ്ങൾ: ഇന്ത്യയിൽ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: 1991 സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി ധനകാര്യ മേഖലയിൽ നടപ്പാക്കിയ പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? 3. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. 4. ശരിയായ പ്രസ്താവന ഏത്? 5. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏത്? 6. കേന്ദ്ര ആരോഗ്യമന്ത്രി ആര്? 7. ഒറ്റയാനെ കണ്ടെത്തുക. ജലത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏത്? തിരുത്തിയ ഉത്തരം: ഹി ഹാസ് ഹാർഡ്ലി എനി മണി എന്നതിന് പ്രാഥമിക സൂചികയിൽ നൽകിയ ഹാസ് ഹി എന്ന ഉത്തരം അന്തിമ സൂചികയിൽ ഡസ് ഹി എന്ന് തിരുത്തി. ഇതോടെ ഇൻഫോർമേറ്റീവ് ആയ PSC വാർത്തകൾ അവസാനിച്ചു. ഇനി വേറൊരു ഇൻഫോർമേറ്റീവ് വാർത്തയുമായിട്ട് അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.